ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിന ഉദയാസ്തമന പൂജ മാറ്റിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് ഹൈന്ദവ സംഘടനകൾ. തന്ത്രിയുടെ നിലപാട് ക്ഷേത്രവിരുദ്ധമെന്നും അംഗീകരിക്കാനാവില്ല എന്നും ഹിന്ദു ഐക്യവേദി. പ്രശ്നം കേവലം പൂജകളുടേത് മാത്രമല്ല എന്നും സംസ്കാരത്തിനും ആചാരങ്ങൾക്കും നേരെയുള്ള അക്രമമാണെന്നും വിലയിരുത്തൽ. തന്ത്രി സ്വന്തം ഹിതത്തിനപ്പുറം ചട്ടപ്രകാരം ദേവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ദേവസ്വം നിലപാടിനെതിരെ ഏതറ്റം വരെ പോകുമെന്നും ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഇന്നലെയായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ യോഗം ഗുരുവായൂരിൽ നടന്നത്. RV ബാബു അടക്കമുള്ള നേതാക്കൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിൻ്റെ വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടതും. അപ്പോൾ ഇനിയും തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെയാണ്? ഹൈന്ദവ സംഘടനകൾ അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? മിഥുൻ അയ്യപ്പൻ. മിഥുനിലേക്ക് എത്താം. വിനോദ്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ഇത് ദേവഹിതം അനുസരിച്ച് തന്നെയാണ് നടത്തേണ്ടത് എന്നാണ്. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിന ഉദയാസ്തമന പൂജ മാറ്റിയ സംഭവത്തിൽ ഹൈന്ദവ സംഘടനകൾ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ നിലപാട് ക്ഷേത്രവിരുദ്ധമെന്നും അംഗീകരിക്കാനാകില്ലെന്നും തന്നെയാണ് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ. മാത്രമല്ല, ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും തന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്നുള്ളത് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ ഒരു വിശദീകരണ യോഗം ചേർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയത് സംബന്ധിച്ച വിശദീകരണ യോഗത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളും ഗുരുവായൂർ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതായത് താലപ്പൊലി സംഘം അടക്കമുള്ള വിവിധ സമിതികളുടെ എല്ലാം നേതൃത്വത്തിലായിരുന്നു, ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു ഈ യോഗം നടന്നത്. ഈ യോഗത്തിൽ അതികർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല, നിശിതമായിട്ടുള്ള വിമർശനം തന്ത്രിയുടെ നിലപാടിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഈ നടപടിക്കുമെതിരെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്ത്രി എടുത്തിരിക്കുന്ന ഈ നിലപാട് ദേവഹിതത്തിനനുസൃതമാണോ എന്നാണ് ഓരോരുത്തരും ആവർത്തിച്ച് ചോദിച്ചത്. തന്ത്രി സ്വന്തം നിലപാടിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ദേവഹിതത്തിനനുസൃതമായി പ്രവർത്തിക്കണം. ദേവഹിതമുണ്ട് എന്ന് തന്ത്രി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലാണ് ദേവഹിതം ആരാഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാരമ്പര്യമായി നിലനിൽക്കുന്ന യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും അല്ലെങ്കിൽ ക്രമങ്ങളും ഒന്നും പാലിച്ചുകൊണ്ടല്ല, ചട്ടങ്ങളൊന്നും പാലിച്ചുകൊണ്ടല്ല ഈ ദേവഹിതം അറിയുന്ന നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ദേവഹിതം അറിയണമെങ്കിൽ മുഖമണ്ഡപത്തിൽ ഇത്തരത്തിൽ ദേവപ്രശ്നം നടത്തണം. ഈ ഒറ്റരാശി പ്രശ്നം തന്ത്രി നടത്തിയതെന്ന് പറയുമ്പോൾ ഈ പ്രശ്നത്തിൽ ഭാഗമാകേണ്ട മറ്റ് പാരമ്പര്യമായിട്ടുള്ള അവകാശികളുണ്ട്, അല്ലെങ്കിൽ ഇത് നടത്തേണ്ട ആളുകളുണ്ട്. അവരൊന്നുമില്ലാതെ സ്വയം എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് തന്ത്രിയുടേത്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രി കുടുംബത്തിൽ നിന്ന് തന്നെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരാൻ സാധ്യമായത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നതിന് പിന്നാലെ തന്ത്രി ഇക്കാര്യത്തിൽ കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും തന്ത്രി ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധിയായി കണ്ടെത്തിയത് ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങായിട്ടുള്ള ഈ ഉദയാസ്തമന പൂജ മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഈ ഉദയാസ്തമന പൂജയുടെ ആരംഭം തന്നെ ഈ ഏകാദശി ദിനത്തിലാണ്. അപ്പോൾ ഏകാദശി ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമ്പായിട്ടുള്ള ഈ ഒരു നടപടിയെ അല്ലെങ്കിൽ ഈ ഒരു പൂജയെ ഒഴിവാക്കുന്നത് നടപടി ഒട്ടും അംഗീകരിക്കാനാവില്ല എന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ക്ഷേത്ര കാര്യങ്ങളിൽ അന്തിമ തീരുമാനം തന്ത്രിയുടേതാണ് എന്നുള്ളത് തന്നെയാണ് നിലപാട്. പക്ഷേ തന്ത്രിയുടെ തന്നെ നിലപാട് ക്ഷേത്രവിരുദ്ധമായാൽ അത് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ക്ഷേത്രവിരുദ്ധമായിട്ടുള്ള നിലപാട് തന്ത്രി സ്വീകരിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ക്ഷേത്രകാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണ് എന്നുള്ള ഈ കാര്യം, ആ ഒരു പരിഗണന മാറ്റാൻ അല്ലെങ്കിൽ അത് പിൻവലിക്കാൻ ഹൈന്ദവ സംഘടനകൾ തയ്യാറാകുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ് വ്യാപകമായി ഉയർന്ന വിമർശനം. ഹിന്ദു ഐക്യവേദി അത്തരത്തിലുള്ള ഒരു താക്കീത് തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയാണിതെങ്കിൽ ഈ ഏകാദശി ദിവസത്തിന് ശേഷം ഉദയാസ്തമന പൂജകൾക്ക് ശേഷം നീണ്ട 48 മണിക്കൂറുകളോളം
ക്ഷേത്രനട തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയം പാരമ്പര്യമായി തന്നെ നൂറ്റാണ്ടുകളായി ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ആ സമയമാണ് ദർശനത്തിന് വേണ്ടി കൂടുതലും എടുക്കുന്നത്, ദർശനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. പക്ഷേ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഈ ഉദയാസ്തമന പൂജ നടക്കുന്ന ഏറ്റവും കാതലായിട്ടുള്ള ഏകാദശി ദിനത്തിലെ പൂജ നടക്കുന്ന ഈ സമയം അത് തിരക്ക് കാരണമാകുമെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടെടുക്കുന്ന നടപടി ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഹൈന്ദവ നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഗൂഢലക്ഷ്യത്തിന് പിന്നിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമാണ് എന്ന് ആരോപിക്കുന്നുണ്ട്. ഈ ഗൂഢലക്ഷ്യത്തിന് പിന്തുണ നൽകുകയല്ല തന്ത്രിയുടെ കടമ. തന്ത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾ മുടക്കമില്ലാതെ നടത്തുക എന്നുള്ളതാണ് തന്ത്രിയുടെ കടമ. ഒപ്പം തന്നെ ഭക്തരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണം. കാരണം ഭക്തനും ദേവനും അടങ്ങുന്നതാണ് ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഈ ഭക്തനും ദേവനും അടങ്ങുന്ന ഒന്നാണ്. ആ ക്ഷേത്ര സങ്കല്പത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ തന്ത്രി പ്രവർത്തിച്ചിരിക്കുന്നത്. തന്ത്രി എല്ലാ ഭക്തജനങ്ങളുടെയും തന്ത്രി കുടുംബത്തിലെ മറ്റംഗങ്ങളടക്കം ഉന്നയിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെ ഗൗരവപൂർവ്വം എടുത്ത് ഈ തീരുമാനത്തിൽ നിന്ന് പിൻവലിക്കണം. നടപടി ദേവസ്വത്തിന്റെ ഈ നടപടി അംഗീകരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. കോടതിയിൽ ഇത് എത്തിയിട്ടുള്ളത് ഒരിക്കലും ഹൈന്ദവ സംഘടനകളുടെ വിമർശനത്തെ തുടർന്നല്ല കോടതി ഇക്കാര്യം ചോദ്യം ചെയ്തിരിക്കുന്നത്. തന്ത്രി കുടുംബത്തിലെ തന്നെ ഏതായാലും 9 അംഗങ്ങൾ നൽകിയിരിക്കുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിഷയം കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അതായത് ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ വിവാദമാക്കുക എന്നുള്ളത് ഹൈന്ദവ സംഘടനകളുടെ ലക്ഷ്യമായിരുന്നില്ല. മറിച്ച് ക്ഷേത്രാചാര വിരുദ്ധമായിട്ടുള്ള നടപടി ഉണ്ടാകുമ്പോൾ തന്ത്രി കുടുംബത്തിൽ തന്നെ ചോദ്യങ്ങൾ ഉയരുന്നു. ഭക്തർ ഇക്കാര്യത്തിൽ വലിയ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. ഒരു ആശങ്കാകുലമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇത്തരം ആശങ്കാകുലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ അനുവദനീയമല്ല. അല്ലെങ്കിൽ അത് ഭക്തർക്ക് വലിയ രീതിയിലുള്ള മോശം അനുഭവമാണ് ക്ഷേത്ര ദർശനത്തെ സംബന്ധിച്ച് ക്ഷേത്ര കാര്യങ്ങളിൽ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള സംഘർഷപൂരിതമായിട്ടുള്ള അന്തരീക്ഷവും അതുപോലെ തന്നെ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലും ക്ഷേത്ര ചടങ്ങുകൾ പുരോഗമിക്കുക എന്ന് പറയുന്നത് ഭക്തർക്ക് മരണതുല്യമായിട്ടുള്ള വേദന ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ക്ഷേത്രത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ കാതലായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റിക്കൊണ്ടുള്ള പരിഷ്കാരങ്ങളല്ല വേണ്ടത്. ആചാരാനുഷ്ഠാനങ്ങളിലും ഇവിടുത്തെ ആരാധനക്രമങ്ങളിലും ശക്തമായി അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ മറ്റ് പരിഷ്കാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കേണ്ടത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ഇന്നലെ നിശ്ചിതമായി വിമർശിച്ചതും ഇക്കാര്യം ആവശ്യപ്പെട്ടതും. ഈ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലും പുറകോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല. ഭക്ത താല്പര്യങ്ങൾ ദേവഹിതം നടപ്പാക്കുന്നത് വരെ ശക്തമായി പ്രതിഷേധ മുഖത്ത് ഹൈന്ദവ സംഘടന ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഉണ്ടാവുന്നത്. ഏകാദശിയോടനുബന്ധിച്ച് ഉള്ള ഉദയാസ്തമന പൂജ അതിൻ്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയതാണ് വലിയ തർക്കത്തിന് ഇടയാക്കിയത്. ഹൈന്ദവ സംഘടനയുടെ ശക്തമായ പ്രതിഷേധ യോഗം ഇന്നലെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടന്നിരുന്നു. തുടർന്നും ഭക്തരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് മിഥുൻ അയ്യപ്പൻ റിപ്പോർട്ട് ചെയ്യുന്നത്.